హలో గైస్ నమస్కార. ఎదురు చూసలు ముగిసాయి. నేను దినం కోసం చాలా కాలంగా ఎదురు చూస్తున్నాను. గైస్ సారీ ఫర్ మై తెలుగు బ్రోకన్ తెలుగు, బట్ ఐ వాంటెడ్ టు సే దిస్ ബിക്കോസ് ഇസ് എസ് രാജമൗലി ഗാരു ഫിലിം. നമ്മൾ എന്താണ് ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്ന സമയത്ത് ഇന്റർനാഷണൽ തലത്തിൽ എസ് രാജമൗലിന്റെ പടത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ബാഹുബലിയിൽ കണ്ടു, RRR കണ്ടു. ഇപ്പൊ നമുക്ക് രാജമൗലി എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് ഫ്രം തെലുങ്കാന. സോ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നവംബർ 15 ഇതിന്റെ ഒരു ഗ്ലിംസ് ഒരു റിലീസ് ആവുന്ന പറഞ്ഞിട്ട്. സോ പടത്തിന്റെ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വാരണാസി എന്നാണ് പടത്തിന്റെ പേര്. എസ് രാജമൗലിസ് വാരണാസി. സോ ഗൈസ്, എസ് രാജമൗലിസ് വാരണാസി വിത്ത് വൺ ആൻഡ് ഓൺലി മഹേഷ് ബാബു, ദ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു, ആൻഡ് നമ്മുടെ പ്രിയങ്ക ചോപ്ര, ആൻഡ് മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ. വാരണാസി ടു ദ വേൾഡ്. ശ്രീ ദുർഗ ആർട്സ്. Goosebumps, da? From the director of Bahubali and RRR. Yes. Oh. 512C Varanasi. Tap one mein. (2027 CE). Asteroid Shambhavi. Asteroid Shambhavi. Okay. Ross Ice Shelf, Antarctica. Man, what is this, man? Oh, Africa. എന്റെ മോനെ. വനാച്ചൽ കേവ്. Shit, man. Oh, ലങ്ക നഗരം. എന്റെ അമ്മ എത്രേതായുക. Oh man. Oh. Chantum. Oh, that's Sri Ram. Manikarna Cut. Oh. Chanta Mona. Oh, man. Oh. 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 क्या बोल है. Oh. Varanasi. SS Rajamouli's rotor, time rotor. Film for IMAX. എന്താ മോനെ യജ്ജാതി സാധനം, man. Shit. Oh, I need some time. എൻ്റെ അമ്മ യജ്ജാതി സാധനമാടാ. 3 മിനിറ്റ് 49 സെക്കൻഡിൽ നമ്മൾ we went to another world and just came back. S Rajamouli's world. He creating another fantasy world for us. എൻ്റെ അമ്മ
ശരിക്കും ഇത് എന്തൊക്കെയോ കാണിച്ചത്, ലൈക്ക് 512 BC ആണോ, CE 2027 CE, വാരണാസി, അന്റാർട്ടിക്ക, ലൈക്ക് ആഫ്രിക്ക, പിന്നെ ത്രേതായുഗയിലെ ശ്രീരാമൻ ആൻഡ് ദാറ്റ് ലങ്കാദഹനത്തിലെ ഹനുമാന്, അങ്ങനെ തുടങ്ങി അവസാനം വാരണാസി ആ കാളപ്പുറത്ത് വരുന്ന ശൂലം എടുത്തിട്ടുള്ള ആ ഒരു മഹേഷ് ബാബുവിൻ്റെ രുദ്ര എന്നാണ് എനിക്ക് തോന്നുന്നു പേര്, രുദ്ര. അത് കാളപ്പുറത്ത് പറയുമ്പോൾ നമുക്ക് വാരണാസി ശിവനുമായിട്ടുള്ള എന്തോ സങ്കല്പത്തിൻ്റെ ഒരു മാച്ച് ഉണ്ട്. കാള നന്ദിയാണെന്ന് തോന്നുന്നു, അത് ശിവനാണോ, ശൂലം ഉണ്ട് കയ്യിൽ, സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് രാജമൗലി ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്കറിയാം, ഇത് ഓൾറെഡി ഇതിൽ മിത്ത് കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ത്രേതായുഗം, ശ്രീരാമൻ, ലങ്കാദഹനം, അതേപോലെ അന്റാർട്ടിക്കയിലും ആഫ്രിക്കയിലും ഗ്ലോബ് ട്രോട്ടർ, ലൈക്ക് അതെന്താണ് ഉദ്ദേശിച്ചത്, ലൈക്ക് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയും ഒക്കെ കാണിക്കുന്നുണ്ട്. BC CE 2027 CE 512 അങ്ങനെ പല കാര്യങ്ങളും കാണിക്കും, പല യുഗങ്ങൾ കാണിക്കുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ആ ഒരു മിത്ത് ഉണ്ടല്ലോ, ആ മിത്തുമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും പല ഇതും കണക്ട് ആക്കിക്കൊണ്ടുള്ള ഒരു സംഭവമാണ്. ഒബ്വിയസ്ലി അതൊരു വേൾഡ് വൈഡ് രീതിയിലേക്കെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് യാതൊരു പിടിയില്ല മക്കളെ. ബട്ട് ഇത് സംവിധാനം ചെയ്യുന്നത് രാജമൗലി എന്നായിരിക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാം എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും മൂപ്പർ എടുത്തു വെച്ചിരിക്കുക. അതിൻ്റെ VFX എല്ലാം നോക്കണേ, VFX ആണെങ്കിലും AI ആണെങ്കിലും സംതിങ് അൺഇമാജിനബിൾ സീൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു ഇന്ത്യൻ സിനിമയുടെ സീൻസ് ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എന്താ പറയുക, ഇൻക്രെഡിബിൾ സീൻസ്. ഇത് എപ്പോഴാണ് റിലീസ്, 2027 26 അറിയില്ല, ബട്ട് ദിസ് ഈസ് ഇൻക്രെഡിബിൾ. എന്നൊക്കെ പറയാനുള്ളത്, ഫസ്റ്റ് പോസ്റ്ററൊക്കെ ഇറക്കി വിട്ടപ്പോൾ ചിലയന്മാർ ട്രോളാൻ നിൽക്കുന്നുണ്ടായി, അത് പൃഥ്വിരാജിൻ്റെ ഇതാണ് ഇത് പോസ്റ്റർ വന്നപ്പോൾ ട്രോൾ, ഇപ്പോൾ മഹേഷ് ബാബുവിൻ്റെ ആ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ ട്രോള്. നിങ്ങൾ ട്രോളുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, എതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ചിത്രം SS രാജമൗലിൻ്റെയാണ്. SS രാജമൗലി നമുക്ക് ബാഹുബലി തന്ന, RRR തന്ന ഇന്ത്യൻ സിനിമയുടെ അംബാസിഡർ എന്ന് ഞാൻ ഇപ്പോൾ പറയും. വൺ ഓഫ് ദ ഫൈനസ്റ്റ്, ദ സ്ട്രോങ്ങസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ സിനിമ SS രാജമൗലി. അതിൻ്റെ കൂടെ മഹേഷ് ബാബു. പക്ഷേ ഞാൻ ഡയറക്ടറിൻ്റെ പടം, SS രാജമൗലിയുടെ പടം. ആൻഡ് പ്രിയങ്ക ചോപ്ര അങ്ങ് ഹോളിവുഡിൽ നിന്ന് എത്തുന്നു. പൃഥ്വിരാജ് സുകുമാരൻ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ. ആൻഡ് കീർവാണിയാണ് ഇതിൻ്റെ മ്യൂസിക് എനിക്ക് തോന്നുന്നു, യെസ് ഒബ്വിയസ്ലി ചെയ്യുന്നത്. മകളെ ഇത് സംതിങ് ബിഗ്, ഹ്യൂജ്, ഒന്നും പറയാനില്ല. തെലുങ്ക് സിനിമ ഏത് ലെവലിലേക്കാണ് എടുത്ത് കൊണ്ടുപോകുന്നത് രാജമൗലി. ഒരൊറ്റ പേര് മതിയാലോ. ലൈക്ക് ഇത് കാണുമ്പോൾ നമ്മൾ ഏതൊക്കെ ലോകത്തേക്ക് പോയിട്ടൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ലടേ. ലൈക്ക് അത്രമാത്രം എഫേർട്ട് നമ്മൾ അതിൽ കാണുന്നുണ്ട് ഓരോ സീനിലും. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇവര് ലൈവിൽ പറയുന്നുണ്ടായി SS രാജമൗലി, നമ്മളിത് പുതിയൊരു ടെക്നോളജിയും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ ഇന്റർനാഷണൽ സിനിമയിൽ കാണുന്ന പോലെ ഒരു സിനിമ IMAX-ന് വേണ്ടി അതേ ടെക്നോളജി ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അതേപോലെ അവർ IMAX റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ വലിപ്പെല്ലാം ഒരു വേറെ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ തിയേറ്ററിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. പക്ഷേ ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇവർ തോന്നുന്നു, ഇവർ പറയുന്നത് അങ്ങനെയാണ്, IMAX-ന് വേണ്ടി അതേ ടെക്നോളജി ഉപയോഗിച്ച് ക്യാമറയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണിത്. അതുകൊണ്ട് നമുക്ക് IMAX-ൽ പോയി കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ ലൈക്ക് ആ ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ സാധാരണഗതിയിൽ, അതില്ലാണ്ട് മൊത്തം IMAX-ന് തിയേറ്ററിൽ നമുക്കറിയാലോ സ്ക്രീൻ, ആ സ്ക്രീൻ മൊത്തത്തിൽ ഫുൾ സ്ക്രീനായിട്ട് നമുക്കിത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അത്തരത്തിലൊരു അനുഭവം കൂടി. ഇനി 3Dയിലായിരിക്കണം സാധ്യതയില്ല, പക്ഷേ 3Dയിലൊക്കെ വന്ന വേറെ ലെവലായിരിക്കും. ഒന്നും പറയാനില്ല. ദിസ് ഈസ് ലൈക്ക് ഇന്ത്യൻ സിനിമയുടെ വേറൊരു രൂപം നമ്മൾ ചിലപ്പോൾ കാണും SS രാജമൗലിയിലൂടെ. ഒന്നും പറയാനില്ല മക്കളെ, ഇത് ഗൂസ് ബംസ് ആണ്. ഇനി ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ. സോ മച്ച് ഗൈസ് ഫോർ വെയിറ്റിംഗ് ഫോർ രാജമൗലിസ് മാജിക് അഗൈൻ. ആൻഡ് മഹേഷ് ബാബു, പൃഥ്വിരാജ്, പ്രിയങ്ക ചോപ്ര എല്ലാവരും കൂടിയിട്ടുള്ളൊരു വൻ സംഭവത്തിനുള്ള വെയിറ്റിംഗ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൽഡൻ PR Reacts.